ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടി പുതുച്ചേരി സർക്കാർ 10,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയർത്തും. നിയമസഭയിൽ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഒറ്റയടിക്ക് 8,000 രൂപയുടെ വർധന 10,000-ൽ നിന്ന് 18,000 രൂപയാക്കി ഓണറേറിയം ഉയർത്താൻ പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് റഹീസ്? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ പുതുച്ചേരിയിലുള്ള MLA-മാർ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2 വർഷം മുൻപാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത്. 6,000-ൽ നിന്നും 10,000-ലേക്ക് 4,000 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായതിനു പിന്നാലെ വീണ്ടും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ പുതുച്ചേരി നിയമസഭയിൽ മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിയിക്കുന്നത്. അതായത് 10,000 രൂപയിൽ നിന്നും ഒറ്റയടിക്ക് 18,000 രൂപയാക്കിയാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 8,000 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 4,000 വർദ്ധിപ്പിച്ചുവെങ്കിൽ ഇത്തവണ 8,000 വർദ്ധിപ്പിച്ചിരിക്കുന്നു. പുതുച്ചേരിയിലെ ആശാവർക്കർമാർക്ക് ആശ്വസിക്കാം. പക്ഷേ ഇതിലൊരു കണക്ക്, പുതുച്ചേരിയിലെ ആശാവർക്കർമാരുടെ എണ്ണം 350-ൽ താഴെ മാത്രമാണ്. നിലവിൽ 332 ആശാവർക്കർമാരാണ് ഉള്ളത്. 18 പേരെ കൂടി ഇപ്പോൾ ഉടൻ തന്നെ ആ ഒരു തസ്തികയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ അപ്പോഴും 350 പേർ മാത്രമേ ഉള്ളൂ. അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയായി ആ ഒരു സർക്കാരിന് മാറുകയുമില്ല. എന്തായാലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നതിനിടയിൽ പുതുച്ചേരിയിൽ ഇത്തരത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. ഇവർ ഈ ആശാവർക്കർമാർ ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എത്തി പൂക്കൾ അർപ്പിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അപ്പോൾ എന്തായാലും ഒരിടത്ത് ഈ ആശാവർക്കർമാർക്ക് അവരുടെ ഓണറേറിയം കൂടിയിരിക്കുന്നു. റീജിത്ത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനസഭ സംഘടിപ്പിച്ച് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ. ഇടതു സർക്കാർ ആശമാരെ അവഹേളിക്കരുതെന്ന് ജനസഭയിൽ പങ്കെടുത്ത കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. 7 ദിവസമായി നിരാഹാര സമരം തുടരുന്ന 2 ആശമാരെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദു, KP തങ്കമണി എന്നിവരെയാണ് കനത്ത ചൂടിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവർക്കു പകരം SS അനിതാകുമാരി, ബീന പീറ്റർ എന്നിവർ സമരം ഏറ്റെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം 1.5 മാസവും നിരാഹാര സമരം 7 ദിവസവും പിന്നിടുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ ജനസഭ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ, നടനും സംവിധായകനുമായ ജോയ് മാത്യു, ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യൂജിൻ പെരേര തുടങ്ങിയവർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷ സർക്കാർ ആശമാരെ അവഹേളിക്കരുതെന്ന് കെ സച്ചിദാനന്ദൻ. ഒരു സമരം നടക്കുമ്പോൾ അത് ആർ തന്നെ നടത്തിയാലും അവരുടെ ആവശ്യങ്ങളിൽ അല്പമെങ്കിലും ന്യായമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ആണ്. ദുർവാശിയും പരിഹാസവും സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ജോയ് മാത്യുവിന്റെ കുറ്റപ്പെടുത്തൽ. അപ്പൊ സ്റ്റാലിന് പഠിക്കുന്ന മുഖ്യമന്ത്രി ആ സമരത്തെ എന്താ പറയുക, എങ്ങനെ പ്രതികരിക്കും? അവരെ CIT സമരം നടത്തുന്നത് 26,000 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ സമരത്തോട് രഞ്ജിപ്പിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മാനം പോവും എന്നുള്ള പേടിയാണ്. അതേസമയം സമരം ചെയ്യുന്ന ആശാ അംഗനവാടി പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. നിരാഹാര സമരം തുടരുന്ന ആശാ വർക്കേഴ്സിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ സർക്കാർ ഡോക്ടേഴ്സ് എത്തിയില്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വിമർശനം. 24 തിരുവനന്തപുരം. ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് ജോലി ലഭിക്കുന്നതിന് അർഹതയുണ്ടെങ്കിലും മരിച്ചയാളുടെ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മരിച്ചാൽ ആശ്രിത നിയമനം ലഭിക്കില്ല എന്നതാണ് പ്രധാന മാറ്റം. മന്ത്രിസഭ അംഗീകരിച്ച ആശ്രിത നിയമന വ്യവസ്ഥ പ്രകാരം സമഗ്രമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. സംസ്ഥാന സർവീസിലിരിക്കെ മരിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും ആശ്രിതർക്ക് ജോലിക്ക് അർഹതയുണ്ടായിരിക്കും. ജീവനക്കാരൻ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ നിയമനം നൽകും. എന്നാൽ ഇൻവാലിഡ് പെൻഷനറായ ജീവനക്കാരൻ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് പദ്ധതി വഴിയുള്ള നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. സർവീസ് നീട്ടിക്കൊടുക്കൽ വഴിയോ പുനർനിയമനം മുഖേനയോ സർവീസിൽ തുടരാൻ അനുവദിക്കുകയും ആ സമയത്ത് മരണമടയുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടായിരിക്കില്ല. സർക്കാർ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ആശ്രിതർക്കും നിയമനത്തിന് അർഹതയുണ്ട്. എന്നാൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഈ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കി. ഉപാധികളനുസരിച്ച് ഇപ്പോൾ എയ്ഡഡ് മേഖലയിൽ ആശ്രിത നിയമനം നടക്കുന്നുണ്ട്.
സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയുണ്ടായിരിക്കില്ല. ജീവനക്കാരൻ മരണമടയുന്ന തീയതിയിൽ 13 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആശ്രിതർക്കാണ് നിയമനത്തിന് അർഹതയുണ്ടാവുക. ആശ്രിത നിയമന അപേക്ഷകളിൽ കാലതാമസമുണ്ടാകുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പുതുക്കിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത്. 24 തിരുവനന്തപുരം. നിറത്തിന്റെ പേരിലെ അധിക്ഷേപം തുറന്നു പറഞ്ഞും കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ പോരാട്ടത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നിറത്തിന്റെ പേരിൽ നേരിട്ട അധിക്ഷേപങ്ങളെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ ചർച്ചയായതിനു പിന്നാലെയാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. നിറത്തിന്റെ പേരിൽ ഇപ്പോഴും താരതമ്യപ്പെടുത്തി അധിക്ഷേപം നേരിടുന്നുവെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. നിറത്തിന്റെ പേരിലെ അധിക്ഷേപവും വിവേചനവും കേരളീയ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ടോ? പൂർണ്ണമായും തുടച്ചു നീക്കാനാകാതെ അത് തുടരുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. കാലങ്ങളായി നിറത്തിന്റെ പേരിൽ നേരിടുന്ന അധിക്ഷേപം ചീഫ് സെക്രട്ടറിയായ ശേഷവും തുടരുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ശാരദാ മുരളീധരൻ തുറന്നു പറഞ്ഞത്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം കറുത്തതെന്നും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിന്റെ പ്രവർത്തനം വെളുത്തതെന്നും ഒരാൾ വിമർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ചീഫ് സെക്രട്ടറിയുടെ തുറന്നെഴുത്ത് സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കിടയാക്കി. കേരളത്തിലായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണമുണ്ടായതെന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. തമാശയെന്ന മട്ടിലെ അധിക്ഷേപ പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നവർക്ക് അത് തമാശ, കൊള്ളുന്നവർക്ക് അത് വേദനയാണ്. അധിക്ഷേപ പരാമർശത്തിലെ ഈ ഒരു പ്രതികരണത്തോടെ ശാരദാ മുരളീധരൻ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാനാണ് തീരുമാനം. അധിക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ ആവർത്തിച്ച് പറയാനുള്ളത് ഇതാണ്. ഒരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ശാരദയാണ്, ഞാൻ കറുപ്പാണ്. എൻ്റെ കറുപ്പ് എന്നുള്ളത് എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല, അതിന് മാറ്റിക്കൂട്ടുന്നതാണ്. 24 തിരുവനന്തപുരം. തുറന്നു പറച്ചിലിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണയുമായി കേരളം. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ളവർ ചീഫ് സെക്രട്ടറിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ചില പ്രതികരണങ്ങൾ കാണാം. പിന്നെ വർണ്ണത്തിൻ്റെ പേരിൽ വിവേചനമില്ലേ? ഉണ്ട്. ആ ചീഫ് സെക്രട്ടറി പറഞ്ഞതിൻ്റെ തെറ്റൊന്നുമില്ല. അതൊരു പുതിയൊരു അറിവല്ല. ജനാധിപത്യം വന്ന് ഇപ്പോൾ മതാധിപത്യത്തിൽ കീഴടങ്ങി നിൽക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ജനാധിപത്യം മരിച്ചുപോയി. മതാധിപത്യം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടാകും. ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. അല്ല, നമ്മൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വവും അവരുടെ ശേഷിയും കഴിവും അളക്കുന്നത് അവരുടെ തൊലിപ്പുറത്തുള്ള കറുപ്പോ വെളുപ്പോ കൊണ്ടാവരുത്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ നോക്കിയിട്ടല്ലല്ലോ ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതാക്കൾക്ക് പങ്കുണ്ടെന്ന തിരൂർ സതീഷിന്റെ 24-നോടുള്ള വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് പോലീസ്. BJPയെ പരാമർശിക്കാതെയുള്ള ED കുറ്റപത്രത്തിന് പിന്നാലെയാണ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. പണവുമായി ബന്ധമില്ലെങ്കിൽ BJP നേതാക്കൾ എന്തിനാണ് കൊടകരയിൽ എത്തിയത് എന്നാണ് തിരൂർ സതീഷിന്റെ ചോദ്യം. കൊടകര കുഴൽപ്പണക്കേസിൽ BJPക്ക് പങ്കില്ലെന്ന EDയുടെ കുറ്റപത്രം രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. പോലീസ് കണ്ടെത്തലുകൾ അപ്പാടെ തള്ളുന്ന ED റിപ്പോർട്ടിനെതിരെ BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്തെത്തി. ഈ സംഭവം നടന്നപ്പോൾ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ, മേഖലയുടെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് ഈ കൊടകരയിൽ ഈ റോബറി നടന്ന സ്ഥലത്തേക്ക് എത്തിയത്? ധർമ്മരാജൻ ഇവരെ ബന്ധപ്പെട്ടു, അവിടെ പോയി. പാർട്ടിക്ക് ഈ പണമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. ആരോപണങ്ങൾ അതീവ ഗൗരവകരമെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെങ്കിലും പോലീസിന് അന്വേഷണത്തിന് നിയമതടസ്സമുള്ളതിനാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ തിരൂർ സതീഷിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. തുടരന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്ത് പരിഗണിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. അതിനിടയിൽ EDയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ED അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ED രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു. ക്ലീനായിട്ട്
കേരളത്തിലെ BJP നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസ് CPIM-ഉം BJP-യും തമ്മിൽ ഒത്തുതീർപ്പാക്കിയെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരൂർ സതീഷ് നൽകിയ സ്വകാര്യ അന്യായത്തിൽ അനുകൂല വിധിയുണ്ടായാൽ കൊടകര കുഴൽപ്പണ കേസിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വഴിയൊരുങ്ങുമെന്നതാണ് വിലയിരുത്തൽ. 24 തൃശൂർ. കൊടകര കുഴൽപ്പണ കേസിൽ BJP-ക്ക് അനുകൂലമായ കുറ്റപത്രം സമർപ്പിച്ചുവെന്നാരോപിച്ച് ഇഡിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി CPIM. വെള്ളിയാഴ്ച ED ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. ഇഡിക്കെതിരെ തൃശൂരിൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാർട്ടി നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അതിൻ്റെ ഏറ്റവും ശരിയായ ഉദാഹരണമാണ് കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ കുറ്റവിമുക്തമാക്കുന്ന വിധമുള്ള EDയുടെ ഇടപെടൽ. BJP നേതാക്കൾക്കെതിരെ ഒരു പോറലും വരാത്ത രീതിയിൽ ചാർജ് ഷീറ്റ് തന്നെ തിരുത്തി എഴുതി BJPയുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോഴും കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ നിർണായക ചുവടുവയ്പുമായി നാളെ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ. നാളെ വൈകിട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തറക്കല്ലിടുക. അതേസമയം പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, അട്ടമല, മുണ്ടക്കൈപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരെയും പുനരധിവാസത്തിനായി പരിഗണിക്കണം എന്ന ആവശ്യം ശക്തമാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളത്തിന്റെ നെടുമ്പാല എസ്റ്റേറ്റും പുനരധിവാസത്തിനായി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം, തുടർന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ, പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ഇതിനെല്ലാം ഒടുവിൽ പ്രധാന കടമ്പയിലേക്ക് നാളെ എത്തുന്നു സംസ്ഥാന സർക്കാർ. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രിയങ്ക ഗാന്ധി MP, മന്ത്രിമാർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കും. പട്ടികയിൽ ഉൾപ്പെട്ടവർ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് റാട്ടപ്പാടിയിലെയും പടവെട്ടിക്കുന്നിലെയും അട്ടമലയിലെയും മനുഷ്യർ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീടായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയാൽ നമുക്ക് ഉള്ള പെൻഷൻ കൊണ്ട് കഞ്ഞിയും കുടിച്ച് നമുക്ക് സന്തോഷമായിട്ട് ഇനി മരിക്കുന്നവരെ കഴിയാലോ, അത്രയൊക്കെ ഉള്ളൂ നമുക്ക്. ഒരു സാധാരണക്കാരനാണ്, കൂലിപ്പണി തന്നെ ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിഞ്ചു മക്കൾ ആ പടവെട്ടിക്കുന്ന് ഇറങ്ങി ചുരൽമലയിൽ നിന്ന് മേപ്പാടി പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സന്നദ്ധ സംഘടനകൾ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് വലിയൊരു ശതമാനം കുടുംബങ്ങളും മാറും എന്നതിനാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. സർക്കാരിന് നമ്മുടെ എസ്റ്റേറ്റ് ലൈനിലൊക്കെ താമസിക്കുന്ന അട്ടമലയിലോ റാട്ടപ്പാടിയിലൊക്കെ താമസിക്കുന്ന ആളുകളെ ഒരു പാക്കേജ് കൊടുത്തിട്ട് പാവങ്ങൾ ജീവിതത്തിൽ ഇനി ഒരു കാരണവശാലും അട്ടമലയിലേക്കോ റാട്ടപ്പാടിയിലേക്കോ അല്ലെ മുണ്ടക്കൽ തന്നെ കുറേ പാടികൾ ബാക്കിയായതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്രയും ഭൂമി ബാക്കിയാകുന്നത്. നാളെ വൈകിട്ടാണ് തറക്കല്ലിട ചടങ്ങ്. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കനത്ത തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ 549 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഓരോ തേയിലച്ചെടിക്കും മരത്തിനും വില കണക്കാക്കണം. സർക്കാർ തീരുമാനിച്ച 26 കോടി രൂപ മതിയായതല്ല എന്നും എൽസ്റ്റൺ എസ്റ്റേറ്റ് പറയുന്നു. 64 ഹെക്ടർ ഭൂമിക്ക് 20 കോടി രൂപ മാത്രമാണ് സർക്കാർ കണക്കാക്കിയത്. ഇത് വിപണി വിലയുടെ 5% തുക മാത്രമാണ്. ഭൂമി ഏറ്റെടുക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് നഷ്ടപരിഹാര തുക എന്നുമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജിയിലെ പ്രധാന വാദം. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ലഹരിക്കെതിരായ മുദ്രാവാക്യം ജനമനസ്സുകളിൽ ഊട്ടിയുറപ്പിച്ച് SKN40 കേരള യാത്ര കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് യാത്രയുടെ ഭാഗമായത്. നാളെ ഇടുക്കി ജില്ലയിലാണ് പര്യടനം. അക്ഷരനഗരിയുടെ ഗ്രാമനഗര ഹൃദയങ്ങളിൽ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ പുത്തൻ വഴി തെളിയിച്ചു SKN40 കേരള യാത്ര. സ്വന്തം മകൻ, സ്വന്തം മകൾ, ഇവരൊക്കെ തന്നെ കയ്യകലത്തായി പോയി എന്ന് വിലപിക്കുന്ന അമ്മമാരുടെ സ്വരം കേരളത്തിൽ അമർന്നു കേൾക്കാൻ തുടങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ ആമാശയത്തിനുള്ളിൽ കിടക്കുന്ന MDയുടെ കവർ പൊട്ടി ഒരാൾ മരിച്ചതുപോലെ ഈ അമ്മമാരുടെ കണ്ണുനീരിൽ കേരളം വെന്തുരുകി പോകും. അതിന് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. വൈക്കത്ത് നിന്ന് ആരംഭിച്ച് 2 ദിവസം കൊണ്ട് പാലായിൽ സമാപിച്ച വിജയയാത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി സമഗ്ര മേഖലകളിലും നിറഞ്ഞ പങ്കാളിത്തം. അമ്മമാരെ, അമ്മമാരുടെ കാര്യം
ഇങ്ങനെയൊക്കെ സ്നേഹമാണ് വലുത് അച്ഛന്മാർ. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് പുതുപ്പള്ളി പോയി ചാണ്ടി കുമ്പനെ മടയിൽ പോയിട്ടൊന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ലഹരിയേക്കാൾ ഉപരിയായിട്ട് തന്നെ ഇന്റർനെറ്റിന്റെ അഡിഷൻ അല്ലെങ്കിൽ ഫോണിന്റെ അഡിഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ അതിൽ ലഹരിയേക്കാൾ കൂടുതൽ നടന്നു വരുന്നുണ്ട്. പാലാ നഗരത്തിൽ നടന്ന സമാപന സമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നാളെ രാവിലെ തൊടുപുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ പര്യടനം ആരംഭിക്കും. 24 കോട്ടയം. SKN40 കേരള യാത്ര എഡ്യൂടെക് സ്ഥാപനമായ സൈലത്തിന്റെ കോട്ടയം ജില്ലാ ആസ്ഥാനത്തുമെത്തി. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് വിശദമായ ചർച്ചയാണ് സൈലം സന്ദർശനത്തിൽ നടന്നത്. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെക്കുറിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വിദ്യാർത്ഥികളുമായി നടത്തിയത് വിശദമായ ചർച്ച. കുട്ടികളെ, സൈലം എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങളെല്ലാരും ഞാൻ ഒന്ന് കാണാനായിട്ട് വന്നതാ. അപ്പോ എന്തിനാ വന്നത്? ലഹരി വിരുദ്ധ ക്ലാസ്സിനായിട്ടാണ്. എത്ര കാലമായിട്ട് ഇവിടെ പഠിക്കുന്നു? 1 വർഷം. എങ്ങനെയുണ്ട് ഇവിടെ പഠനം? അടിപൊളിയാ, സൂപ്പറാ. എന്താ വിശേഷം? നന്നായിട്ട് വന്നു. എന്റെ ആറന്മുള. എത്ര കാലം ഇവിടെ പഠിക്കുന്നു? 1 വർഷം. അപ്പൊ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ് അല്ലേ? വലിയ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള മണ്ണിൽ അവർക്കൊപ്പം കിടപിടിക്കുന്ന രീതിയിലാണ് കോട്ടയം സൈലം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും ഗംഭീരമായ അഡ്മിഷൻ നടക്കുന്നു. നാളെ ക്രാഷിന്റെ മെഗാ അഡ്മിഷനാണ്. അപ്പോൾ അതിലേക്ക് എല്ലാ കുട്ടികളെയും ഈ ഒരു ഫ്ലോറിലൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നീറ്റ്, കീം എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സൈലം ക്രാഷ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നതിനിടെയാണ് കേരള യാത്ര സൈലം ജില്ലാ ആസ്ഥാനത്തെത്തിയത്. ഈ MDMA എന്ന് പറയുന്ന സംഭവം അത് ബാധിക്കുന്നത് ആ MDMA-കാരന്റെ വീടുകളിൽ മാത്രമല്ല, അവൻ അയൽവാസിക്കും ശത്രുവാകും, അയൽവാസിക്കും ശല്യമാകും, പുറത്ത് നാട്ടുകാർക്കും സംഭവം പ്രശ്നമാകും, ജനസമൂഹത്തിനും പ്രശ്നമാകും. അതുകൊണ്ട് കേരളത്തിനെ നമുക്ക് ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾ ഒരേ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയും. എന്ത് വിളിച്ചു പറയും? നോ ടു ഡ്രഗ്സ്, നോ ടു വയലൻസ് എന്ന് നമ്മൾ വിളിച്ചു പറയും. അപ്പൊ നിങ്ങളെല്ലാം ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് വേണം, ഒരു കരുത്ത് വേണം. നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാ അപകടത്തിൽ നിന്ന് നമ്മുടെ മണ്ണിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു പ്രതിജ്ഞ കൂടി നമുക്ക് എടുക്കണം. അക്കാദമിക് കോർഡിനേറ്റർ ജിഷ്ണു സന്തോഷ്, ക്യാമ്പസ് ഹോസ്റ്റൽ ഫിനാൻസ് മാനേജർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 24 കോട്ടയം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24 SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും അത് ലഭ്യമാണ്. 24 റൗണ്ട് അപ്പിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.